സമയം യോഗം നടന്നത് എന്തുകൊണ്ടാണ് ആ യോഗം ഓൺലൈനായിട്ട് നടത്തിയത്? ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമാക്കാൻ ഉത്തരവാദിത്തമുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി മൗനം വെടിഞ്ഞ് ഉണ്ടായ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് നിർദ്ദേശം നൽകിയതാവട്ടെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ്. ആരോപണം ഉയർന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെയാണ്. ആരോപണം ഉയർന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെയാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുമെന്ന് കരുതാൻ എന്താണ് ന്യായമുള്ളത്? അതുകൊണ്ട് സത്യം പുറത്തു വരാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ രണ്ടാം ബാർക്കോഴയുടെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവും. അല്ല, അത് നേരത്തെ പറഞ്ഞതാണല്ലോ. മന്ത്രി എം പി രാജേഷ് ഇതെല്ലാം കഴിഞ്ഞ് വിദേശത്ത് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നത് ദുബായ് വഴിയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വേറെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്നവരെല്ലാം ദുബായ് വഴിയാണ്. നോക്കൂ, എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് എം പി രാജേഷ് എടുത്തത്. ഈ മഴക്കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ഒരു നഗരത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ അവരുടെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ. കേരളത്തിൽ ഒരിടത്തും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുക. പകർച്ചവ്യാധികൾ പടരുകയാണ്. ഒരു സ്ഥലത്തും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മഴ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്, ആ വകുപ്പാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. ഇത്തവണ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഇതിനുവേണ്ടി ഒരു കാര്യം നടന്നിട്ടില്ല. തിരുവനന്തപുരം നഗരം അടക്കം പലയിടത്തും വെള്ളം കയറി, വെള്ളക്കെട്ട് ഏതാണ്, യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് പോലെ അത്ര മാലിന്യം നിറഞ്ഞിരിക്കുക. കൊച്ചിയിലെ മുഴുവൻ വെള്ളക്കെട്ട്. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലും സർക്കാരിന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. സാധാരണ ഒരു കൊതുക് നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ടെങ്കിലും പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത്തവണ കേരളത്തിൽ എവിടെയെങ്കിലും കൊതുകുകളെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം തദ്ദേശ സ്ഥാപനം നടത്തിയത്? ഈ ഒരു സന്ദർഭത്തിലാണ് മന്ത്രി എം പി രാജേഷ് ഈ കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി നേരെ വിദേശത്ത് പോയിരിക്കും. ഏത് രാജ്യത്താണ് പോകുന്നത്? ഗവർണർ അറിയുന്നില്ല മന്ത്രിമാര് പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നില്ല. മന്ത്രിമാർ തോന്നിയ പോലെ രാജ്യം വിടുകയാണ്. ഇത് CPM-ന്റെ കാലത്ത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. LDF ഭരണകാലത്ത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങളാണിതൊക്കെ. ഇവർക്ക് എവിടേക്കാണ് പോകുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആൾക്കാർ ഇവിടെ ഇല്ല. മഴക്കെടുതികളുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ ഒരു നടപടിക്കും ആളില്ല. എം പി രാജേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഉന്നയിച്ചതാണ്. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മഴക്കെടുതിയിൽ ഒരു സംസ്ഥാനം മുഴുവൻ പ്രശ്നം അനുഭവിക്കുമ്പോൾ മന്ത്രി വിദേശ സന്ദർശനത്തിലാണ് എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്.